ഹേ ഗായ്സ്, ഇറ്റ്സ് മീ MS സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസിൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നാളെ മുഹറം 9 ലീവ് ഓൾറെഡി വിദ്യാർത്ഥികൾക്ക് ലഭിച്ചു കഴിഞ്ഞു. എന്നാൽ ബുധനാഴ്ച മുഹറം 10 ലീവ് ഇല്ല. അന്ന് വർക്കിംഗ് ഡേ ആക്കി തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. എന്നാൽ ശക്തമായ മഴയും നല്ല രീതിയിൽ എന്താ പറയുക, കുട്ടികൾക്ക് സ്കൂളുകളിലേക്ക് എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുള്ള രീതിയിലാണ് മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു നോൺ സ്റ്റോപ്പ് മഴയാണ്. ഇന്നലെ രാത്രിയും ഇന്നലെ വൈകുന്നേരങ്ങളിലൊക്കെ ആയിട്ട് തുടങ്ങിയ മഴകളാണ്. ഇപ്പോഴും മുന്നോട്ടേക്ക് ഈ മഴ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. കഴിഞ്ഞ വർഷത്തിൽ ഇതേ സമയത്ത് ഇതുപോലെ ആവർത്തിച്ച് എനിക്ക് തോന്നുന്നു തിങ്കളാഴ്ച ലീവ് കൊടുത്തു, ചൊവ്വ ലീവ് കൊടുത്തു, ബുധൻ ലീവ് കൊടുത്തു, മഴ കാരണം വ്യാഴാഴ്ച ലീവ് കൊടുത്തു. ഇങ്ങനെ അടുപ്പിച്ച് 4 ദിവസത്തോളം മഴ കാരണത്താൽ അവധി കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അത് എല്ലാ ജില്ലകളിലും ഇല്ല. ആ ഒരു മഴ അതിശക്തമാകുന്ന ഒരു ഓറഞ്ച് അലേർട്ടിലേക്കോ റെഡ് അലേർട്ടിലേക്കോ പ്രഖ്യാപിക്കുന്ന ജില്ലകളിലായിരുന്നു പെട്ടെന്ന് കുട്ടികളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടും സേഫ് സോണിന് വേണ്ടിയിട്ടും കളക്ടേഴ്സ് അവധി കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഈ വർഷം മുഹറം 10 ബുധനാഴ്ചയാണ് വരുന്നത്. നാളെ ഓൾറെഡി മുഹറം 9 ചൊവ്വാഴ്ച പൊതു അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷെ ബുധനാഴ്ച നാളെ വൈകുന്നേരമൊക്കെ മഴ പെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ബുധനാഴ്ച ചില ജില്ലകളിലൊക്കെ അവധികൾ പ്രഖ്യാപിച്ചേക്കാം. അതുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ തീർച്ചയായിട്ടും അറിയണമെങ്കിൽ നാളെ ചൊവ്വാഴ്ച ഈവനിങ് എന്താണ് കേരളത്തിൻ്റെ കാലവർഷത്തിൻ്റെ അവസ്ഥ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റണം. സോ നാളെ വൈകുന്നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. തീർച്ചയായിട്ടും ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾക്ക് വേണ്ടി, വിദ്യാഭ്യാസപരമായ വാർത്തകൾക്കും ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതോടൊപ്പം തന്നെ മറ്റുള്ള വിദ്യാർത്ഥികളിലേക്ക് ഷെയർ ചെയ്യുവാനും മറക്കല്ലേ. ഇറ്റ്സ് മീ MS സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.